അപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തെന്നുള്ളൂ. ഒരു ദിവസം തന്നെ എടുത്ത് വീഡിയോ ആണ് കേട്ടോ ഇത്. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു വിഭവമായിട്ടാണ്. ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സേമിയ പായസമാണ്. അപ്പോൾ ഓണൊക്കെ ആകുമ്പോൾ നമുക്ക് പരിപ്പ് പ്രഥമനോ അതുപോലെ ഗോതമ്പോ വെച്ച് നമ്മൾ പായസം ഉണ്ടാക്കും. അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് സേമിയ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ സേമിയ എന്ന് വെച്ച് തള്ളിക്കളയൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഓണം സേമിയ പായസത്തോടു കൂടി ആയിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളോട് പറയണം. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റൊക്കെ അറിയിക്കുക. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് എല്ലാം ഞാൻ നിങ്ങളെ ഇതുവരെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതും അങ്ങനെയൊക്കെ തന്നെയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ഷെയർ ചെയ്യാൻ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും അധികം പറഞ്ഞു കിട്ടണ്ട. സേമിയ പായസം എങ്ങനെ റെഡി ആക്കിയിട്ടുണ്ടെന്ന് നോക്കിയിട്ട് വരാം. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ നിങ്ങളത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ ഈ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യാതിരിക്കരുത് കേട്ടോ. ട്രൈ ചെയ്യണം, തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് കമൻറ്റൊക്കെ അറിയിക്കുക. പിന്നെ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാം സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ ഇതുവരെ നിങ്ങൾ എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്നിൽ നിന്ന് കിട്ടിയ ഓരോ വിഭവങ്ങൾ എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിയവർക്ക് അറിയാം. അപ്പോൾ എന്തായാലും അതിനുള്ള കമൻറ്റ് നിങ്ങൾ അറിയിച്ചാൽ മാത്രമാണ് എനിക്ക് നിങ്ങളുടെ എന്തെങ്കിലും കുറവുകളുണ്ടോ അതൊക്കെ എനിക്ക് അറിയുള്ളൂ. ഞാൻ ഉണ്ടാക്കി തരുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാലേ അറിയുള്ളൂ. അപ്പോൾ അത് അറിയിക്കുക. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞാൻ സെപ്പറേറ്റായിട്ട് വിശദമായിട്ട് അങ്ങനെ കാണിക്കുന്നില്ല, ഉണ്ടാക്കുമ്പോൾ കാണാം. ഇപ്പോൾ അതാ 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല കട്ടിയായിട്ടുള്ള പാലാണ് വേണ്ടത്. അപ്പോൾ കട്ടിപ്പാൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഒരു 13 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണത് ഈ ഒരു ഗ്ലാസ്സോളം ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് മധുരമൊക്കെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം. പ്രത്യേക അളവ് അങ്ങോട്ട് പറയണില്ല. പിന്നെ പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വറുത്തിടാനുള്ള കുറച്ച് കാഷ്നട്ട്, കുറച്ച് കിസ്മിസ്, പിന്നെ ഒരു 3 ഏലക്കായ, പിന്നെ വളരെ കുറച്ച് നെയ്യ് മതിയാവും. നെയ്യ് വേണം. പിന്നെ വേണ്ടത് സേമിയ വെർമിസെല്ലിയാണ്. ഇത് അങ്ങനെ ഒരു പാക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഒരു ചെരുവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അടി കട്ടിയുള്ള ഒരു ചെരുവത്തിലേക്ക് പാല് ഞാൻ ഒഴിക്കുകയാണ്. അപ്പോൾ 1 ലിറ്റർ പാല് ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് കട്ടിപ്പാലല്ല എന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കണ്ട. കട്ടിപ്പാലാണെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പാല് ഞാൻ അടുപ്പത്ത് വെച്ചു. നല്ലപോലെ ഇത് തിളച്ച് വരട്ടെ. അപ്പോൾ പാലോടെ ഇത് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. നമ്മുടെ സേമിയ ഉണ്ടല്ലോ, അത് നമുക്ക് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ആ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ്, 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ഗ്ലാസോളം വരുന്ന സേമിയ ഇട്ട് കൊടുക്കാൻ പോവാണ്. സേമിയ ഒന്ന് കളറ് ചേഞ്ച് ആവുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം. എന്ന് വെച്ചാൽ നല്ല പോലെ അങ്ങ് ചോക്ക് വറുക്കരുത്, ചെറുതായിട്ടൊന്ന് നിറം മാറിയാൽ മതിയാവും. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മുടെ സേമിയ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നല്ല പോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്ക് ഇത് നീക്കി വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതങ്ങനെ ചെയ്യണില്ല. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനൊരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അത് കരിയാനായിട്ടൊരു ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ അറിയാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയോ സേമിയ നമുക്ക് ആദ്യമായിട്ട് ചേർക്കാം. സോറി, ഞാൻ പഞ്ചസാര അല്ല കേട്ടോ ചേർക്കണം, തെറ്റിപ്പോയതാണ്. നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന സേമിയ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പഞ്ചസാര ചേർത്താൽ ഇപ്പോൾ നമ്മുടെ സേമിയ നമുക്ക് വേഗം കുറച്ച് താമസം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം സേമിയ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സേമിയ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പാട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒരു 15 മിനിറ്റ്. അപ്പോഴേക്കും നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് കുക്കാവും.
അപ്പോൾ പാൽ അവിടെ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മൾ എടുത്തു വെച്ച പഞ്ചസാരയിൽ നിന്ന് പകുതി പഞ്ചസാര മിക്സിയുടെ ചെറിയ ജാറിലെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഏലക്കായ നമ്മൾ നീക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലിട്ട് പൊടിച്ചെടുക്കാനാണ്. അപ്പം നല്ല പോലെ പൊടിഞ്ഞു കിട്ടും. അപ്പം നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ സേമിയൊക്കെ മുകളിലേക്ക് പൊന്തി വരുന്നത് കാണാം. തിളയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നതാ. അപ്പോൾ സേമിയ നന്നായിട്ട് വെന്തുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ ചൂടായതുകൊണ്ടാണ് കൈ കൊണ്ടൊന്നും അങ്ങനെ ചെറുതെടുത്ത് നമുക്ക് നോക്കിയാൽ അറിയാം. ഇത് വേഗം വേവുന്ന സേമിയ ആണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിക്കാൻ വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, പകുതി പഞ്ചസാര നമ്മൾ പൊടിച്ചെടുത്തു. പൊടിക്കാതെ വെച്ച പഞ്ചസാരയിൽ നിന്ന് പകുതി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മധുരത്തിൻ്റെ അളവൊക്കെ ഞാൻ പ്രത്യേകം എടുത്ത് പറയാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം മധുരം കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കുക. ഇനി നമുക്ക് ഏലക്കായും പഞ്ചസാരയും കൂടി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ആയിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഏലക്കായും പഞ്ചസാരയും പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ പായസം നന്നായിട്ടൊന്ന് കുറുതായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇത്രയും മതിയാവും. ഇനി ഒരുപാട് ഇരുന്ന് തന്നെ അത് തിക്കായി വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. കണ്ടോ, ഒരു മിൽക്ക് മെയ്ഡോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് സേമിയ പായസം റെഡിയാക്കി എടുക്കുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇനി മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഞാൻ മറ്റൊരു ദിവസം നിങ്ങൾക്ക് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സേമിയ വറുത്ത അതേ കടായി തന്നെയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ബാക്കി വരുന്ന നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചാണ് സേമിയ വറുത്തത്. അപ്പോൾ അതിൽ ബാക്കിയുണ്ടായ നെയ്യ് എത്ര കൂടിയാലും ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ള നെയ്യാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ഉണ്ടാവും. അപ്പോൾ നെയ്യ് നന്നായി ചൂടായി വന്നിട്ട് നമുക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാഷ്നട്ട് ഒന്ന് ചെറുതായിട്ട് നിറം മാറി വന്നു. അപ്പോൾ നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. കരിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതിയാവും. അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നത്, മുന്തിരി നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച പായസത്തിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല ടേസ്റ്റാണ്. ഇനി ഇരിക്കും തോറും ഇതൊന്നും കൂടെ കുറുതായി വരും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇത്രയും ലൂസ് വേണം, കാരണം ഇതിലും കുറഞ്ഞ തിക്കായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ പിന്നെ അത് വല്ലാതെ കട്ടിയായിട്ട് പോകും. അപ്പോൾ ഈ ഒരു ലൂസിലെടുത്താലാണ് നമുക്ക് പാകത്തിനായിട്ട് കുടിക്കാൻ നേരം തണുക്കാറാവുമ്പോൾ, തണുത്തിട്ട് കുടിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും വരിക കേട്ടോ. അപ്പോൾ സേമിയ പായസമൊക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണം സേമിയ പായസം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓണത്തിന്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ പരിപ്പ് പായസമോ അല്ലെങ്കിൽ ഗോതമ്പ് പായസമോ ഒക്കെ ട്രൈ ചെയ്തവരായിരിക്കും, മറ്റു പായസങ്ങളൊക്കെ ട്രൈ ചെയ്തവരായിരിക്കും. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റിനായിട്ട് ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചത്. ഇത് പലതരത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അത് വരും വീഡിയോകളിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ സർവിങ് ഡിഷിലേക്കൊന്നും മാറ്റണില്ല, സമയമില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതൊക്കെ കണ്ടല്ലോ, അപ്പോൾ അത് തന്നെ ധാരാളം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹൃദയം നിറഞ്ഞ ഓണം ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്.